പൂരം പൊടിപൂരമായി തുടരുകയാണ്. വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റമാണ് ഇപ്പോൾ അവസാനിച്ച പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഇനിയും വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് പോകേണ്ടതുണ്ട്. പൂരപ്പറമ്പിൽ നമുക്ക് എബി വിവരങ്ങൾ നൽകാൻ ചേരുന്നു. എബി, എങ്ങനെയുണ്ടായിരുന്നു കുടമാറ്റം? പൂരത്തിന്റെ ഏതാണ്ട് ആവേശം ഇന്നത്തെ ഏതാണ്ട് പരിപാടികളൊക്കെ അവസാനിച്ചു. പൂരം അവസാനിച്ചു എന്നുള്ളതല്ല, നാളെ ഇതേപോലെ തന്നെ പകൽപൂരവും അരങ്ങേറാനുണ്ട്. ഇന്നിപ്പോൾ വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റത്തോടു കൂടി അല്ലേ ജി, ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ അത്തരത്തിൽ വലിയ ഗംഭീരമായ രീതിയിൽ തന്നെയായിരുന്നു. നമുക്കിപ്പോൾ നിലത്തോട്ട് ഇറങ്ങാൻ പോലും ശരിക്കും ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഓണയർ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നത്. ഓണയർ ആയത് ഇപ്പോഴാണ്, കാരണം അത്രയോളം തിരക്കാണ്. കാരണം മുൻ വർഷങ്ങളിലൊന്നും ഇത്ര തിരക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ ഈ കുടമാറ്റത്തെ പറ്റി എബി, മെസ്സി വരെ കൊണ്ടുവന്ന അവസാനം അതാണ് ഞെട്ടിപ്പിച്ചു പോയത്. ഞാൻ ഭയങ്കര മെസ്സി ഫാനാണ്, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ മെസ്സി വരെ കൊണ്ടുവന്ന് അത് പാറമേക്കാവ്, പലപ്പോഴും പാറമേക്കാവ് ഈ സസ്പെൻസുകൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ പൊട്ടിക്കും. പക്ഷേ ഈ തിരുവമ്പാടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായിരിക്കും സസ്പെൻസുകൾ പൊട്ടിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം അവർ മെസ്സിയെ ഇറക്കിക്കൊണ്ട് അവര് ഇത് ആ നിലയ്ക്കായിരുന്നു. ഗംഭീരമായിട്ട് എല്ലാവരും, നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ടായിരുന്നു, ഈ കുടമാറ്റത്തിന്റെ സമയത്ത് വലിയ രീതിയിൽ സസ്പെൻസുകളെല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്താണ് എന്നതിനെ കുറിച്ച് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അത് ഇന്ന് ഈ സമയത്ത് അല്പസമയം മുമ്പ് പൂർത്തിയായ ആ ഒരു കുടമാറ്റത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ഏതാണ്ട് ചടങ്ങുകളൊക്കെ ഒരുവിധം അവസാനിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പൂരത്തിന്റെ ഈ മടത്തിൽ വരവ് പോലുള്ള പരിപാടികൾ ഇനിയും ചടങ്ങുകൾ ഇനിയും നടക്കാനായിട്ടുണ്ട്. അത് തിരിച്ചു പോകുന്ന ആ ഒരു വഴി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട്, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു നിലയിൽ തന്നെ വെടിക്കെട്ടിന് വേണ്ടി വെളിച്ചം 3 മണിക്കാണ് ആരംഭിക്കുന്നത്. 3 മണിക്ക് ആരംഭിച്ചാൽ 6 മണിക്കാണ് അവസാനിക്കുന്നത്. അതെ, വെടിക്കെട്ടിനകത്ത് കഴിഞ്ഞ തവണ നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പം സാമ്പിൾ വെടിക്കെട്ടിനകത്ത് അന്ന് മുൻപന്തിയിൽ നിന്ന് പാറമേക്കാവായിരുന്നു. സാധാരണ സാമ്പിൾ വെടിക്കെട്ടൊക്കെ തിരുവമ്പാടി തകർത്ത് തിമിർത്ത് കയറുന്നതാണ്. പക്ഷെ ഇത്തവണ തിരുവമ്പാടിക്ക് അത്രയും ശോഭിക്കാൻ പറ്റിയില്ലെന്നാണ് പൂരപ്രേമികൾ പറയുന്നത്. എനിക്കും അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം തിരുവമ്പാടി ഇത്തിരി പിന്നിൽ പോയി സാമ്പിൾ വെടിക്കെട്ടില്ല. പക്ഷേ ഇവര് ഇന്ന് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിന് എങ്ങനെയായിരിക്കും എന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഒന്നത്, രണ്ട്, നമ്മള് ഇവിടെ വന്നപ്പം ഗംഭീര മഴയായിരുന്നു. ഇന്നലെയൊക്കെ ഇവിടെ കാല് കുത്താൻ പറ്റാത്ത പ്രഖ്യാപിച്ച സ്ഥലമാണ്. അതെ, പക്ഷേ ഇന്ന് ഒരു മഴയും പെയ്തില്ല. അത് മാത്രമല്ല, പൂരം കഴിഞ്ഞു മഴ ചാറുന്നു. അതാണ് ആ അവസ്ഥ. ഈ ഇപ്പോഴും ഈ പൂരത്തിന്റെ ഈ ആളുകൾ ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ നന്ദനായിരുന്നു പാറമേക്കാവിന് തിടം പറ്റിയത്. അപ്പൊ സാധാരണ ഈ ദേവസ്വങ്ങളുടെ അവരുടെ ആനകൾ തന്നെയാണ് സാധാരണ തിടം പറ്റുന്ന അവസരങ്ങൾ പലപ്പോഴും ലഭിക്കാറ്. പക്ഷെ ഇത്തവണ ഗുരുവായൂർ നന്ദനാണ് അത്തരത്തിൽ ആ ഒരു ഭാഗ്യം ലഭിച്ചത്. ഒപ്പം തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടം പേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടം പേറ്റിയത്. അതായിരുന്നു ആനപ്പെരുമയുടെ വിശേഷം. പിന്നെ എല്ലാവരും മാസ് എൻട്രി കാത്തിരുന്നത് തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ്. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ നെയ്തലക്കാവിലമ്മയും കൊണ്ടുവന്നു, പിന്നീട് പോയി. പക്ഷേ നെയ്തലക്കാവിലമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി വന്നപ്പം, അത് ഈ ഘടകപൂരങ്ങൾക്കൊപ്പം തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇറങ്ങി വന്ന സമയത്ത് ആ കാഴ്ച ഒന്ന് കാണേണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ട അതേ കാഴ്ച, അതായത് അതുപോലൊരു തിരക്ക്, പൂരപ്പറമ്പ് നിറഞ്ഞു നിന്ന അവസ്ഥയായിരുന്നു. ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ പൂരമായി പോകുന്നു എന്ന് പലപ്പോഴും അജിംഷാദൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ ആളുകൾ അത് മാത്രമേ പറയുന്നുള്ളൂ. പൂരത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ മൊത്തം രാമന്റെയും കർണന്റെയും കാര്യം. രാമന്, കർണൻ, പിന്നെ നന്ദൂട്ടൻ എന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനയാണ് നന്ദൻ ഒക്കെ പറയുന്നു. പിന്നെ ഈ തിരുവമ്പാടി തന്നെ ശിവസുന്ദർ ഉണ്ടായിരുന്നു, തിരുവമ്പാടി ശിവസുന്ദർ. അത് മരിച്ചു, ആ ആന മരിച്ചുപോയി. ആ ആനയ്ക്കും വലിയ ഫാൻസ് ആയിരുന്നു. ഈ കൊമ്പൊക്കെ ഒരു പ്രത്യേകതരം കൊമ്പൊക്കെ ഉള്ള ഒരു ആനയായിരുന്നു. നല്ല തലയെടുപ്പുള്ള ആന. ഇപ്പൊ നമ്മൾ ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ തെക്കൻ ജില്ലയിൽ നിന്നുള്ളവരാ. നമ്മളവിടെ ഏറ്റവും പ്രിയപ്പെട്ട ആന ഏതാ? പാമ്പാടി രാജൻ. പക്ഷെ ഇവരോട് എന്ന് ചോദിച്ചാൽ പാമ്പാടി രാജനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇല്ല, തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ് ഒന്നാമത്തെ ആന. അങ്ങനെ ഈ ആനയ്ക്കൊരു ഫാൻസ്, ഈ എനിക്ക് തോന്നുന്നത് പുതുതലമുറയാന്ന് തോന്നുന്നല്ലേ.
ആനയ്ക്ക് ഫാൻസ് നേരത്തെ ഉണ്ട്. ഗുരുവായൂർ കേശവനൊക്കെ ഉള്ള സമയത്ത് തന്നെ ആനയ്ക്ക് ഫാൻസ്, അതെല്ലാ കാലത്തും ആനപ്രേമികൾ ആ ഒരു നിലയ്ക്ക് തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും. കുറച്ചുകൂടി ഇന്നിപ്പം നമ്മൾ ചോദിച്ച കുറെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ പൂരത്തിന് വരുന്ന ആനയെ കാണാൻ വേണ്ടി തന്നെ വരുന്നതാണ്. മലപ്പുറത്ത് നിന്നൊക്കെ വന്നത് ശരിക്കും ആന എന്താ രാമനെ കാണാൻ വന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ നിലയ്ക്ക് പോലും ഉള്ള ആളുകൾ വിവിധ സംസ്ഥാനത്തിന് പുറത്ത് നിന്ന് തന്നെ, ഒപ്പം തന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാർ ഒക്കെ വന്ന് കയറി കണ്ട ഒരു പൂരമാണ്. എന്തായാലും ജനപങ്കാളിത്തം കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചൊരു പൂരം തന്നെയാണ് 2023 പൂരം എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. അത്രത്തോളം ജനപങ്കാളിത്തമുണ്ട്. കാരണം നമ്മളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത അവസ്ഥ, അതായത് നെറ്റ് പൂരം അങ്ങനെ ഒരു നിശ്ചലമായ അവസ്ഥ, ഫോണുകൾ കൊണ്ട് ടവറുകൾ നിശ്ചലമായ അവസ്ഥ, അതിനെയും മണിക്കൂറുകൾ എടുക്കും അത് നേരെ ആവാൻ. കാരണം ഈ നിൽക്കുന്ന മനുഷ്യരെല്ലാം തിരിച്ചു പോകേണ്ടതുണ്ട്. ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് എപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകും എന്നുള്ളതാണ്. വലിയ തിരക്കാണ്. ശരിക്കും നിലത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും ഈ വണ്ടിയുടെ പുറത്ത് കയറി വന്ന് ഇതിന്റെ ഒരു കലാശക്കൊട്ട് കൊട്ടണം രാവിലെ തീരുമാനിക്കുന്നത്. 5 മണിക്ക് നമ്മൾ ഈ പൂരപ്പറമ്പിൽ കയറിയതാണ്. ഈ 5 മണി തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഈ പൂരപ്പറമ്പിന്റെ നമുക്ക് ഈ ബാരിക്കേഡിനപ്പുറം നമ്മൾ പോയിട്ടില്ല. ഇല്ല, അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഈ തെക്കേ നട ഞാൻ വന്നപ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ തെക്കേ ഗോപുര നടയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം പൂരത്തിന്റെ ചടങ്ങുകൾക്കെല്ലാം അതിന് വളരെ നിർണായകമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഈ പൂരത്തിന്റെ വിളംബരം ഉൾപ്പെടെ അവിടെ തുടങ്ങുകയാണ്. ആ വിളംബരം നെയ്തലക്കാവിലമ്മ തുറന്ന് ഇറങ്ങുന്നതോടുകൂടി തന്നെ വിളംബരമാകുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ചെറുപൂരങ്ങൾ, ഘടകപൂരങ്ങളുടെ വരവിൽ കണിമംഗല ശാസ്താവ് അകത്തേക്ക് പ്രവേശിക്കുന്നത് തെക്കേ ഗോപുര നടയിലൂടെയാണ്. അതിനുശേഷം നടക്കുന്ന ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടന്നു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട തെക്കോട്ടിറക്കത്തിൽ അതിന് തുടർന്നുള്ള ആ ഒരു ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ട കുടമാറ്റത്തിൽ ഇത്തവണ ഏതാണ്ട് 50-ൽ പരം കുടകളാണ് ഇരു വിഭാഗങ്ങളും ഉയർത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക്, ആദ്യമേ തന്നെ എല്ലാവരും ഈ സാധാരണ പട്ടുകുടകളൊക്കെ തന്നെ ഉയർത്തി, മുത്തുകുടകളൊക്കെ ഉയർത്തി. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ സസ്പെൻസുകളുടെ ഒരു മേളമായിട്ട് മാറുകയാണ്. സസ്പെൻസുകളെ പൊട്ടിച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത രീതിയിൽ, ഇതുവരെ അവതരിപ്പിക്കാത്ത രീതിയിലുള്ള കുടകൾ ഈ നിലയിൽ അവതരിപ്പിക്കുന്നു. എടുത്തു പറയേണ്ടത് ഈ തൃശ്ശൂർ പൂരത്തില് അതായത് ഈ തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്യത്യസ്തത കാണുന്നത്. മെസ്സി ഉയർത്തി കാണിക്കുക, അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിന്റെ പുലിക്കളി, സ്വന്തം പുലിക്കളി, ആ പുലിക്കളി രണ്ടു കൂട്ടരും രണ്ട് രീതിയിൽ അവതരിപ്പിച്ചു. LED അതെടുത്ത് പറയണം. സാധാരണ നമ്മള് കഴിഞ്ഞ തവണയൊക്കെ ആയിട്ടാണ് LED കുടകൾ വന്നത്. ഇത്തവണ LED കുട മാറ്റിയിട്ട് അവര് ബോർഡുകളിൽ തന്നെ അതെ കൃഷ്ണന്റെ ആണെങ്കിലും ഒപ്പം തന്നെ ശിവനുണ്ടായിരുന്നു, ദുർഗാദേവി ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കാളിദേവി, ഭദ്രകാളിയുടെ ഉൾപ്പെടെ ഉള്ള രൂപങ്ങൾ ആ നിലയ്ക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു കുടമാറ്റം നടന്നത്. കുടമാറ്റത്തിന്റെ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള, ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കുടകളൊക്കെ തന്നെ അവതരിപ്പിച്ചു. ഇതെല്ലാം ഈ ഓരോ കുടകളും മാറി മാറി അവതരിപ്പിക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു ആരവവും ഈ മേളത്തിന്റെ ഒരു മുഴക്കവും ഉണ്ട്. അത് തന്നെയാണ് അത് നമ്മൾ ഈ പൂരം തുടങ്ങിയ ദിവസങ്ങളിൽ മുതൽ തന്നെ ഈ ഒരു മേളത്തിന്റെ തഴക്കത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മേളം നമ്മുടെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ തന്നെ രാവിലെ തിരുവമ്പാടിയിൽ നിന്ന് 7 മണിക്ക് പൂരം പുറപ്പെടുന്നു, 7:30യോടുകൂടി പൂരം പുറപ്പെടുന്നു. അവിടെ തൊട്ട് തുടങ്ങുന്ന ആ ഒരു മേളത്തിന്റെ ആ ഒരു മുഴക്കമാണ്. അത് വീണ്ടും ഇവിടെ വന്ന് പഞ്ചവാദ്യമായി, അതിനുശേഷം ഇലഞ്ഞിത്തറ മേളമായി, അതൊക്കെ 3-4 മണിക്കൂറുകൾ തുടർച്ചയായിട്ട് അങ്ങനെ നിന്ന് കൊട്ടുകയാണ് കലാകാരന്മാരെല്ലാവരും തന്നെ. അത് ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഒപ്പം തന്നെ ഈ മേളങ്ങളെല്ലാം തന്നെ മുഴക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മേളങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിന് ചുറ്റിലും നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകളും ഇതേ താളത്തിൽ തന്നെ അവരതിൽ ആ താളം അവർ തന്നെ കൈകൊണ്ട് ഇങ്ങനെ വായുവിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് ആ താളം പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് അത്രമാത്രം. മന്ത്രി രാജന് ഇന്നലെ നെയ്തലക്കാവിലമ്മ പിന്നെ വടക്കേ ഗോപുരം വഴിയാണല്ലോ കയറുന്നത്. അപ്പൊ ഈ വടക്കേ ഗോപുരം വഴി കയറുമ്പോൾ അവിടെ മേളമുണ്ട്. ഈ മേളത്തിൽ മന്ത്രി തന്നെ സ്വയം പറഞ്ഞുപോയി, അങ്ങ് ലയിച്ചു. മന്ത്രി നമുക്കറിയാം, തൃശ്ശൂരിന്റെ സ്വന്തം മന്ത്രിയാണ്. മന്ത്രി പോലും അതിനകത്ത് ലയിച്ച് ഇങ്ങനെ ആ ലയത്തിൽ തന്നെ ഇങ്ങനെ ലയിച്ചു എന്ന് വേണം പറയാൻ. ഒപ്പം തന്നെ ഈ മെസ്സി ചിലപ്പോ ചീറ്റ് ചെയ്യുമായിരിക്കും അല്ലേ? ചിലപ്പോ കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു പൂരത്തിന്റെ ഏതാണ്ട് ചടങ്ങുകളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നാളെയാണ് നമുക്ക് അതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പകൽപൂരം നാളെയാണ് നടക്കാനിരിക്കുന്നത്. പകൽപൂരത്തിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ രാവിലെ തൊട്ടുണ്ടാകും. 7:30യോടുകൂടി ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. ശരി, അത് നാളത്തെ കാഴ്ചകൾ അത്തരത്തിൽ വർണ്ണവിസ്മയങ്ങൾ വീണ്ടും തീർക്കും. ഇന്ന് പ്രതീക്ഷിക്കുന്ന വെടിക്കെട്ട് ഇന്ന് നടക്കാനിരിക്കുന്നു. ഇന്ന് വെളുപ്പിന്, ഇന്ന് പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കുക. എന്തായാലും എബി അതുപോലെ അജി, നിങ്ങൾക്ക് ഈ ഒരു പൂരം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ടീം എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? പൂരം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ട് കേട്ട് അനുഭവിച്ച് പോരുകയല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പൂരം അത്രമേൽ ആഘോഷിക്കാനായിട്ട് നമുക്ക് പൂരം ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നെങ്കിൽ മാത്രമേ അതിന് നമുക്ക് അങ്ങനെ നമ്മൾ ഒരു ജോലിയുടെ ഭാഗം കൂടി ആയിട്ടാണ് വരുന്നത്. പക്ഷേ ജോലി ചെയ്യുമ്പോഴും നമുക്ക് അതിൽ ഒരു തരത്തിലുള്ള മടുപ്പ് തോന്നാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത് ഈ ചുറ്റിലുമുള്ള മനുഷ്യരുടെയൊക്കെ ഒരു ആവേശം, ആഘോഷം, ആ ആഘോഷത്തിൽ നമുക്കും പങ്കാളികളാകാൻ കഴിയുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പൂരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ചെന്ന് കയറാൻ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് ഇത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പൂരം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ എന്തായാലും എബിയും അതുപോലെ അജീവാണ് പൂരവിശേഷങ്ങൾ അവിടെ നിന്ന് പങ്കുവെച്ച് അവർ കണ്ട് ആസ്വദിച്ച അല്ലെങ്കിൽ ആഘോഷിച്ച അടുത്തറിഞ്ഞ പൂരം അവർ എടുത്തു പറയുകയായിരുന്നു വീണ്ടും പ്രേക്ഷകർക്ക് വേണ്ടി. എന്തായാലും അതിനപ്പുറമാണ് അവിടെ നടന്ന വർണ്ണ കാഴ്ചകൾ. നമുക്കതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.